എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ആർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ പലഹാരമാണ്. ഇത് നമ്മുടെ അമ്മമാര് പണ്ട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നാടൻ പലഹാരം കൂടിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ട് പാചകം പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് നല്ലൊരു ചായ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി തുടങ്ങിയാൽ കുറച്ച് നാളികേരക്കൊത്ത് നെയ്യിലേക്ക് ചേർക്കാം. ഇനി നാളികേരക്കൊത്ത് നല്ലപോലെ ഒന്ന് മൂപ്പായി വരട്ടെ. ഇതൊരു പഴയകാല നാടൻ പലഹാരമാണ്. നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് പണ്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു പലഹാരമാണ്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ എളുപ്പവുമാണ് കേട്ടോ. നാളികേരക്കൊത്തൊന്ന് മൂപ്പായി വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നാളികേരക്കൊത്തിപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ ശർക്കര പാനി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 300 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളതും. ഇനി വെള്ളത്തിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർക്കണം. 1 നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. ശർക്കര പാനി ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏലക്ക ചുക്കുപൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ അളവില് നാളികേരം തിരുമിയത് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇതിന്റെ ആ ഒരു തരിപ്പൊക്കെ മാറ്റി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒരു പാകത്തിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊടി കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ശർക്കര പാനിയിലേക്ക് ചേർക്കാം. ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലതുപോലെ ഇളക്കി കട്ടകളെല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. ഈ ഒരു സ്കൂൾ അവധി കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇനി പാനിലിട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ പാനിൽ നിന്നും വിട്ട് വെള്ളമെല്ലാം വറ്റി ഒന്ന് ഉരുണ്ട് വരുന്ന ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാഷ്യൂ ഒക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് കാഷ്യൂ ഒന്ന് പൊടിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാഷ്യൂ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന പലഹാരവും അതുപോലെ നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ചേരുവ തന്നെയാണ് അരിപ്പൊടിയും ശർക്കരയൊക്കെ. അങ്ങനെ പാനിൽ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വെള്ളമെല്ലാം വറ്റിച്ച് ഇതുപോലെ കട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പൊടിയുടെ ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറേശ്ശെ പൊടിയെടുത്ത് പോലെ ഒന്ന് കൈകൊണ്ട് ഉരുട്ടി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ കൈ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്കൊരു ആവി പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രത്തിനുള്ളിലേക്ക് ഒരു വാഴ ഇല കൂടെ വെച്ച് കൊടുക്കാം. ഈ നല്ലപോലെ ആവി വന്ന് തുടങ്ങിയാൽ പിന്നെ നമുക്ക് വീണ്ടും കുറച്ച് പൊടിയെടുക്കാം. ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മുടെ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. നമുക്കിത് ആവിപാത്രത്തിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പലഹാരം എല്ലാം ഞാനിവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രം മൂടി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ പാത്രം മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് മാത്രം മതിയാകും ഈ ഒരു പലഹാരം വേവിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പലഹാരം ഇവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം നല്ല പോലെ തന്നെ വേവായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ടും ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പലഹാരത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.